ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങളാണ്. ഈ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി ഈ ഒരു രീതിയുണ്ട്, ഇന്ന രീതിയിലാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ചു തരും. ഒരു കൊച്ചുകുട്ടി ആയിരിക്കും തന്നെ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. അത് അതേപോലെ തന്നെ നമ്മളും നമ്മുടെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് നമ്മളും ഡെവലപ്പ് ചെയ്യും, എങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യണം. ഇപ്പൊ നമ്മളുടെ വണ്ടി വേറൊരു വണ്ടിയിൽ തട്ടി, അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ നമ്മുടെ വണ്ടിയെ വേറെ വണ്ടി നോരയുന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്നു. അപ്പൊ ഇവിടെയൊക്കെ ഒരു നമ്മൾക്ക് ദേഷ്യം വരുന്നു. ഇതെല്ലാം ബിഹേവിങ്ങിന്റെ സംഭവം. അപ്പൊ അതൊരു നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. കാര്യം മൂല്യങ്ങള് മാറിക്കൊണ്ടേയിരിക്കുക. പണ്ടത്തെ കാലത്ത് ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്നത് കോടതിയിൽ ചെന്ന് തെളിവായി കാര്യങ്ങളായി ലാസ്റ്റ് വിധി വന്ന ശേഷം കോടതി ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പൊ മൂല്യം മാറിക്കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യന്റെ. ഇനി മുന്നോട്ട് പോകുമ്പോഴും മൂല്യം മാറിക്കൊണ്ടേയിരിക്കും. പണ്ട് ബ്രിട്ടീഷുകാർ വരുന്നു, യുദ്ധം ചെയ്യുന്നു, ഇവിടുന്ന് പല സാധനം കടത്തിക്കൊണ്ട് പോകുന്നു. ഇന്ന് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അപ്പം ഈ ബിഹേവിയറിലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മൃഗത്തെ പോലെയാണ് മനുഷ്യൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല, മനുഷ്യനിൽ മൊത്തത്തിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ എങ്ങനെയാണ് ഒരു കൃത്യമായിട്ട് ബിഹേവ് ചെയ്യേണ്ടതെന്നും നമുക്കൊരു ധാരണ ഉണ്ടാവുകയും നമ്മളെ ഒരു ട്രെയിൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ആ ട്രെയിനിങ്ങിലൂടെ നമുക്ക് നമ്മുടെ സാഹചര്യം മാറ്റാൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ ചിന്താശേഷി അനുസരിച്ചാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ജപ്പാനിലെ ഒരു സ്കൂൾ കുട്ടിയാണ്. അവർ റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് അവരിങ്ങനെ കുനിഞ്ഞിട്ട് നന്ദി പറയുന്നുണ്ട്. അപ്പൊ അവരെ പഠിപ്പിച്ചെടുത്തേക്കുന്നത് അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല. അപ്പൊ അവരെ സ്കൂളിൽ നിന്ന് തന്നെ അങ്ങനെ പഠിപ്പിച്ചെടുക്കുകയാണ്. പിന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു മാറ്റവും കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പെരുമാറണം, ഇതെല്ലാം ആവശ്യമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം നമ്മളെ ശരിക്കും നമ്മുടെ കുട്ടികളെ തൊട്ടേ പഠിപ്പിക്കുകയും വേണം. സ്വന്തമായിട്ട് നമുക്ക് അറിയണം. കാര്യം നമ്മളെ ഇന്ന രീതി പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യണമെന്നില്ല. അപ്പൊ സ്വന്തമായിട്ട് നമ്മളത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. അങ്ങനെയാണ് ഓരോ ഈ ഇമ്പ്രൂവ്മെന്റ് ഈ മനുഷ്യന് വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ ഒരു രീതിയല്ല ഇന്ന്. എല്ലാ കാര്യത്തിലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ചിന്തിക്കുന്നത്, ബിഹേവ് ചെയ്യുന്നത് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് എൻ്റെ മൂത്ത പെങ്ങളുടെ ഹസ്ബൻഡ് ഉണ്ട്, മൂത്തളിയൻ. അദ്ദേഹത്തിന്റെ അമ്മ പറയുമായിരുന്നു, 13 വയസ്സിലാണ് അവരുടെ കല്യാണം. അപ്പം ആ കല്യാണത്തിന് ആ ദിവസമാണ് ഈ വരനെ ഈ അമ്മച്ചി കാണുന്നത്. അതൊരു കാലമാണ്. അന്ന് അങ്ങനെയാണ് സിസ്റ്റം. അപ്പൊ കാർന്നോന്മാരാണ് ഈ വീട്ടിൽ പോയി ചെറുക്കനെയൊക്കെ കണ്ടിരിക്കുന്നത്. കല്യാണത്തിന്റെ അന്ന് ഒരുങ്ങി വരുമ്പോഴാണ് ഇതാണ് വരൻ എന്ന് മനസ്സിലാകുന്നത്. അപ്പം ഇത് മനുഷ്യ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാല് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഇവോൾവ് ചെയ്തനുസരിച്ച് നമ്മളുടെ സ്വഭാവവും രീതികളും മൂല്യങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഇനി ഒരു 500-1000 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ പോലെ ആയിരിക്കില്ല നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. ഇനിയും മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോഴത്തെ പോലെ ആയിരിക്കില്ല കല്യാണങ്ങളും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാത്തിനകത്തും മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാ കാര്യത്തിനകത്തും മാറ്റം ഉണ്ട്. ഇതൊരു ട്രെയിനിങ്ങിലൂടെയാണ് ഈ സംഭവിക്കുന്നത്. നമ്മളിൽ വന്ന മാറ്റങ്ങളും ചിന്തിക്കുന്നതും അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക ശരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ലോകം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബിഹേവിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്, നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. അത് ആ പ്രസൻസിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ പൂർണ്ണ ഈ നിമിഷത്തിലാണെങ്കിൽ ഉള്ള ഒരാൾക്ക് മാത്രമേ ഉള്ളൂ എപ്പോഴും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈഗോ അവിടെ വർക്കൗട്ട് ആവും, നമ്മൾ ടെൻസ്ഡ് ആവും. ഓക്കെ.